ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ നമ്മള് ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് അനിയൻകുട്ടനാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു തോക്കാണ്. നമ്മുടെ പെരുന്നാളൊന്നുമില്ല, ഇപ്പൊ ഉത്സവങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് തോക്കൊന്നും വാങ്ങാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയൻകുട്ടൻ ഒരു തോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെടിയൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്? 2 പേപ്പർ, പിന്നെ പശ, പിന്നെ കത്രിക, പിന്നെ ഒരു ലൂസ് റബ്ബർ ബാൻഡ്, ഇച്ചിരി ലൂസ് ആയിരിക്കണം. പിന്നെ ഇത്രയൊക്കെയുള്ള ഒരു മാർക്കർ അല്ലെങ്കിൽ വേറെ കളർ പെൻസിലിന്റെ ഇത്രയൊക്കെയുള്ളതൊക്കെ എടുക്കാം. ഈ ബോൾ മാർക്കർ വലിപ്പം കിട്ടാനാണ്. ഇങ്ങനത്തെ ബോൾ മാർക്കർ തന്നെയെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാധനം മതി. ഇതൊരു ഒരു ഷേപ്പായിട്ട് കിട്ടാനാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ചുരുട്ടണം. നമ്മളിത് ഒട്ടിക്കണം. ഗ്ലൂ കൊണ്ടാണ് ഒട്ടിക്കുന്നത്. നമ്മളിവിടെ ഗമ്മി ഉപയോഗിച്ചിട്ട് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. നമ്മള് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മാർക്കർ വെച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു പേന എടുക്കുക. പേന അല്ലെങ്കിൽ പെൻസില്, അത് എന്നിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എനിക്കിപ്പോൾ എടുക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ എടുക്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കോലിൻ്റെ നടുവിലായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തമ്മിലൊട്ടിക്കണം. നമ്മളിപ്പോ ഗമ്മും കൊണ്ട് ഒട്ടിക്കാണ്. ഇത് രണ്ടെണ്ണം ഒരുമിച്ച്. നമ്മളിത് വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ ഓട്ടയെ പിടിച്ച് ഇങ്ങനെ ഒട്ടിക്കാം. അതിന് 2 ഹോൾസ് ഉണ്ടാവും. അതൊന്ന് പിടിച്ച് കൂട്ടി ഒട്ടിക്കണം. പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പുറത്ത് പോയാൽ നിങ്ങൾ ഇത് ഊരിയിട്ട് വീണ്ടും ഒട്ടിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത പേപ്പർ എടുത്ത് അതുപോലെ തന്നെ ഒരാഴ്ചയോടെയും ഈ മാർക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഈ പേപ്പറും ചെയ്യാണ്. ഇങ്ങനെ ചെയ്യാം. വരേമ മാത്രം നമ്മൾ ഒട്ടിച്ചാൽ മതി. ഇവിടെ ഒന്നും ഒട്ടിക്കണ്ട, ഇവിടെ ഒന്നും ഒട്ടിക്കണ്ട. നമ്മളിവിടെ ഇങ്ങനെ കാട്ടിയാലും അത് താഴ്ന്നു പോവില്ല. ഇവിടെ മാർക്കർ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ഇനി നമ്മൾ മാർക്കർ ൂരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നമ്മൾ ഇത് വെട്ടരുത്. ഇത് നമ്മൾ ഇതിട്ട് ഇതിന്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇത് ഫുള്ളും ഇവിടെ ഒന്ന് തൊട്ട് വെച്ചണ്ട, കുറച്ച് വെച്ച ഹാഫ് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതും ഇച്ചിരി വെച്ചാൽ മതി. ഇവിടെ ഇച്ചിരി അങ്ങോട്ട് വെച്ചാൽ
ഇപ്പൊ നമ്മൾ ഉണ്ടയാണ് ഉണ്ടാക്കണത്. ഇപ്പൊ ഞാൻ നമ്മൾ പേനയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ മാർക്കറാണ് ചെയ്ത്. ഇത് എന്റെ പേന എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എടുക്കാൻ പറ്റിയ നമുക്ക് ഇനി നമ്മൾ ഒരു കുഞ്ഞ ഉണ്ടയാണ് നമ്മുടെ ഉണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായാലും മതി. ഞാനിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരാഴ്ച വെടി വെച്ച് നോക്കാം. ഈ നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ കോലും കൂടി പറന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ കോല് മാത്രം വെച്ചാൽ മതി, ആ ഉണ്ട വെക്കണ്ട. ഇനി നമ്മൾ ഉണ്ട അതിൽ ഭാഗം ഇച്ചിരി വലിയത്, ഏറ്റവും വലിയതൊന്നും വേണ്ട, ഇത്രയും മതി. ഉള്ളി കയറ്റി വെച്ച് നമ്മൾ ഇവിടെ വെച്ച റബ്ബർ ബാൻഡ് അത് നമുക്ക് മുകളിൽ നിന്ന് കിട്ടില്ലെങ്കിൽ താഴേന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാം. നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് തന്നെ നിൽക്കണം. കൈ വിട്ടാൽ ഇത് പോവും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വിട്ടിട്ട് ഇത് നമ്മുടെ കൈ വിടണം. ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ വിട്ടാൽ അത് പോവും. അപ്പോൾ ചിലപ്പോൾ ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ ഇവിടെ തന്നേക്ക് പോവും. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയി മാറും. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് വെടി വെച്ച് നോക്കാം. ഇപ്പം ഞാൻ നമ്മൾ വലിയ ഉണ്ടില്ലേ, ആ കോല് നമ്മൾ പേനയും കൊണ്ട് ചെയ്ത കോല് ഉണ്ടില്ലേ, അതമ്മയാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഇടേണ്ടത്. നമുക്ക് വെടി വെക്കാൻ പുറത്തേക്ക് പോവാം.
ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇങ്ങോട്ടല്ല പേപ്പർ ഇടേണ്ട. ഇത് ഞാൻ ഒരാഴ്ചയോടി ഊരിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഇങ്ങനെ ഇടണം. കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടണം. കട്ടിയല്ലാത്ത പേപ്പറാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഇടണം. എൻ്റെ കട്ടിയുള്ള പേപ്പറാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടണേ. ഇച്ചിരി ഇങ്ങനെ എഴുതിയ പേപ്പർ കൊണ്ട് ഇട്ടാൽ അത് ലൂസായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെടി വയ്ക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഞാൻ ഒരാഴ്ച വെടി വെച്ച് കാണിച്ചു തരാം. കടലാസാണെങ്കിലും ആരും വെടി വെക്കരുത്. ദൂരത്തുനിന്ന് വരുമ്പോൾ നല്ല വേദനയായിരിക്കും. നിങ്ങൾ കളിച്ചാൽ മതി. ഇങ്ങനെ ആൾക്കാരുടെ മേത്തേക്കൊന്നും വെടി വെക്കരുത്, വേദന ഒക്കെ എടുക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതമ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ കിടിലം വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.